രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ സംഘടനാ നടപടിയെടുത്ത കോൺഗ്രസ് തീർച്ചയായും ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. ചരിത്രത്തിൽ ഇടം പിടിക്കാവുന്ന നടപടിയാണ് കോൺഗ്രസ് രാഹുലിനെതിരെ സ്വീകരിച്ചത്. ആദ്യം പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്ത്, പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്ന അതേ ദിവസം മിനിറ്റുകൾക്കകം പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിക്കൊണ്ട് പാർട്ടി തീരുമാനവും വന്നു. അതും പാർട്ടിക്കുള്ളിൽ പോലും ഒരു എതിരഭിപ്രായം ഇല്ലാതെ തന്നെ പാർട്ടി തീരുമാനം നടപ്പിലാക്കുന്നു. മറ്റു പാർട്ടികൾക്ക് പോലും മാതൃകയാക്കാവുന്ന തരത്തിൽ ഒരു ഒറ്റവരി വാർത്താക്കുറിപ്പിൽ മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം ഉയർന്നതോടെ ഭൂരിപക്ഷ നിലപാടനുസരിച്ചുള്ള ഒരു തീരുമാനം പാർട്ടി പ്രഖ്യാപിക്കുകയായിരുന്നു. CPM അടക്കം സമാനമായ ആരോപണം നേരിടുന്നവർ MLA അടക്കം ഉന്നത അധികാര ശ്രേണിയിൽ തുടരുമ്പോഴാണ് കോൺഗ്രസിന്റെ ഈ മാതൃകാപരമായ തീരുമാനം എന്നത് ശ്രദ്ധേയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആദ്യത്തെ ആരോപണം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് എടുത്ത നടപടി തന്നെ മാതൃകാപരമായിരുന്നു. നേരിട്ടൊരു പരാതി പോലും ലഭിക്കുന്നതിന് മുൻപ് മാധ്യമങ്ങളിലൂടെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അതോടൊപ്പം പാർലമെന്ററി പാർട്ടിയിൽ നിന്നും നീക്കം ചെയ്തു. ഒപ്പം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കി. കോൺഗ്രസിന്റെ ചരിത്രത്തിലോ മറ്റു പാർട്ടികളുടെ ചരിത്രത്തിലോ ഇത്തരമൊരു നടപടി ആദ്യമായിരുന്നു. ഒടുവിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഇനിയൊരു മടങ്ങിവരവ് ഇല്ലാത്ത വിധം പുറത്താക്കിയിരിക്കുന്നു. രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കാവുന്ന ഒരു തീരുമാനം. കോൺഗ്രസ് ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊള്ളുമെന്ന് CPM പ്രതീക്ഷിച്ചതേയില്ല. തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതുവരെ മാങ്കൂട്ടത്തിൽ കേസ് ലൈവാക്കി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും സർക്കാരിനെതിരായ ജനങ്ങളുടെ അതിശക്തമായ വികാരത്തെയും ഇല്ലാതാക്കാം എന്നായിരുന്നു CPM കണക്കുകൂട്ടൽ. എന്നാൽ അതെല്ലാം പാളി. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതി വരുന്നതിന് മുൻപ് തന്നെ സസ്പെൻഡ് ചെയ്യാനും രണ്ടാമതൊരു പരാതി KPCC പ്രസിഡന്റ് കിട്ടിയപ്പോൾ തന്നെ പുറത്താക്കാനും കോൺഗ്രസ് നേതൃത്വം ഐക്യകണ്ഠേന തീരുമാനിക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. CPM പണ്ട് മുതൽക്കേ കിട്ടിയ പരാതികൾ പോലീസിന് കൈമാറി നടപടിയെടുപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. AKG സെന്ററിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പൊടിപിടിച്ചും മാറാല പിടിച്ചും നിരവധി പരാതികളുണ്ട്. കോൺഗ്രസിന്റെ നടപടി മാതൃകയാക്കി മാറാല പിടിച്ചു കിടക്കുന്ന പരാതികൾ ഇനിയെങ്കിലും പോലീസിന് കൈമാറിയാൽ നന്നായിരിക്കും. റേപ്പ് കേസിലെ പ്രതിയാണ് അവിടെ MLA ആയി ഇരിക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ഒരു പോലീസുകാരൻ വിചാരിച്ചിരുന്നുവെങ്കിൽ കൂടി മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യണമെന്നോ കേസെടുക്കണമെന്നോ അല്ലായിരുന്നു CPM താല്പര്യം. തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം ലൈവാക്കി നിർത്തണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു സർക്കാരിന് എന്നും സതീശൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയ അന്നു മുതൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ 8 ദിവസമായിട്ടും കണ്ടെത്താനായിട്ടില്ല. പരാതി നൽകിയതിന്റെ അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയായിരുന്നു. ആദ്യം തിങ്കളാഴ്ച പരിഗണിക്കാനിരുന്ന ജാമ്യാപേക്ഷ പിന്നീട് ബുധനാഴ്ചത്തേക്ക് മാറ്റി. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഹർജിയിൽ വാദം കേട്ട കോടതി വ്യാഴാഴ്ചയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഇതിന് പിന്നാലെ തന്നെ, അതായത് വിധി വന്ന് മിനിറ്റുകൾക്കകം KPCC നേതൃത്വത്തിന്റെ തീരുമാനവും പുറത്തുവന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ K മുരളീധരൻ അടക്കമുള്ളവർ സൂചന നൽകിയതുപോലെ തന്നെ രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്തായി. രാഹുലിനെ പുറത്താക്കാത്തത് എന്താണെന്ന് ചോദിച്ചിരുന്ന CPM അടക്കമുള്ള പാർട്ടികൾക്കുള്ള മറുപടി കൂടിയാണ് ഈ പുറത്താക്കൽ നടപടി. M മുകേഷ് MLA അടക്കമുള്ളവർ സമാനമായ ആരോപണം നേരിട്ടിട്ടും പുറത്താക്കാത്ത CPM രാഹുലിനെതിരായ പുറത്താക്കൽ നടപടി ചൂണ്ടിക്കാട്ടി പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസിന് സാധിക്കും. യുവതിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ രാഹുൽ നിരത്തിയ മുഴുവൻ വാദമുഖങ്ങളും തള്ളിക്കളഞ്ഞാണ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. ഇതോടെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിനും തടസ്സമില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ വാദം കേട്ട സമയത്ത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്ന തെളിവുകളും പുതുതായി ഹാജരാക്കിയ തെളിവുകളും കോടതി പരിശോധിച്ചു. ഒപ്പം കഴിഞ്ഞ ദിവസം 23-കാരി നൽകിയ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ കേസെടുത്ത FIR-ഉം ഇന്ന് അന്തിമവാദത്തിനിടെ കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കി. ഇതെല്ലാം പരിഗണിച്ച കോടതി രാഹുൽ സ്ഥിരം ലൈംഗിക കുറ്റവാളി എന്ന വിലയിരുത്തലോടെയാണ് ജാമ്യം നിഷേധിച്ചത്. ജാമ്യം നൽകുന്നത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുമെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. രാഹുലിന്റെ ആവശ്യങ്ങളും വാദങ്ങളും കോടതി കേട്ടിരുന്നു. രാഹുൽ ആവശ്യപ്പെട്ടത് പ്രകാരം ഇൻ ക്യാമറ പ്രൊസീജിയറായും അഥവാ അടച്ചിട്ട കോടതി മുറിയിലും വാദം കേട്ടു. രാഹുൽ ഉന്നയിച്ച വാദങ്ങളെല്ലാം കോടതി പരിശോധിച്ചു. എന്നാൽ മുൻകൂർ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലാണ് പോലീസും പ്രോസിക്യൂഷനും കേസ് തയ്യാറാക്കിയിരുന്നത്.
ബലാത്സംഗവും ഗർഭചിത്രവും നടന്നുവെന്ന് സ്ഥാപിക്കുന്നതിന് ഡോക്ടറുടെ മൊഴി സഹിതമുള്ള രേഖ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. രാഹുൽ സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണ് എന്ന് വാദിച്ചാണ് പുതിയ പരാതിയിലെ എഫ്ഐആർ കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. ആദ്യം പരാതി നൽകിയ യുവതിയുടെ കേസിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധം നടന്നത് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിച്ചിരുന്നത്. ഈ വാദത്തെ ഖണ്ഡിച്ച് രാഹുൽ സ്ഥിരമായി സ്ത്രീകളെ ഇത്തരത്തിൽ പ്രലോഭിപ്പിച്ച് ലൈംഗിക ബന്ധം പുലർത്തുന്ന ഒരാളാണ് എന്ന് വാദിക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ ഡിസംബർ 4 ഒരു സവിശേഷതയുണ്ട് എന്ന് വേണമെങ്കിൽ ഹാസ്യരൂപേണ പറയാം. MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട് 1 വർഷം തികയുന്ന അതേ ദിവസം രാഹുൽ രാഷ്ട്രീയത്തിൽ നിന്നും പുറത്തു പോകേണ്ട അവസ്ഥയുണ്ടായിരിക്കുന്നു. 2024 ഡിസംബർ 4 രാഹുൽ പാലക്കാട് MLA ആകുന്നത്. കൃത്യം 1 വർഷം തികയുന്ന ദിവസം 2025 ഡിസംബർ 4 തന്നെ രാഹുൽ എത്തി നിൽക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം അയാൾക്ക് അത്രമേൽ കഠിനമാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് മാത്രമല്ല, നിയമസഭാംഗത്വം പോലും നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാക്കിയിരിക്കുന്നു. വിധി വൈപരീതം എന്നല്ലാതെ ഇവിടെ മറ്റെന്തു പറയാൻ. പുതിയ പരാതികൾ കൂടി വന്നതോടെ രാഹുൽ പാർട്ടിക്കുള്ളിൽ കൂടുതൽ ഒറ്റപ്പെടുന്ന സ്ഥിതിയിലാണ്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളും യുവ നേതാക്കളും ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ രംഗത്തെത്തുന്ന സ്ഥിതിയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ നേരത്തെ തന്നെ രാഹുലിനെ കൈയൊഴിഞ്ഞിരുന്നു. അപ്പോഴും പാർട്ടിയിലെ ചില കോണുകളിൽ നിന്നെങ്കിലും രാഹുലിനെ പ്രതിരോധിക്കുന്ന സമീപനം ഉണ്ടായിരുന്നുവെങ്കിലും ചൊവ്വാഴ്ച പുതിയൊരു പീഡന പരാതി കൂടി വന്നതോടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പോലും രാഹുലിനെ കൈവിടുന്ന സ്ഥിതിയുണ്ടായി. ഇതോടെ പാർട്ടിയിൽ തീർത്തും ഒറ്റപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിന് പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തുറന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് ഏവരും വിലയിരുത്തിയിരുന്നു. ഇപ്പോൾ അതും സംഭവിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇനിയൊരു തിരിച്ചുവരവിന് സാധ്യതയില്ല എന്ന് മുതിർന്ന നേതാവ് K മുരളീധരൻ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്നായിരുന്നു അന്നത്തെ മുരളീധരന്റെ പ്രസ്താവന. അപ്പോൾ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വഴിതെളിക്കുമെന്ന ഊഹാപോഹങ്ങളും ശക്തമായിരുന്നു. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതോടെ CPM-നും അതൊരു പാഠമാണ്. പാഠമെന്നല്ല, ഒരുപക്ഷെ അതൊരു പ്രതിസന്ധിയുമായിരിക്കും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ആരോപണ വിധേയർ CPM-ലുമുണ്ട്. മുകേഷ് ഇപ്പോഴും MLA ആയി തുടരുന്നു. അദ്ദേഹത്തിനെതിരെ പീഡന പരാതി ഉയർന്നു, കേസുണ്ട്, കുറ്റപത്രവും സമർപ്പിച്ചതാണ്. എന്നിട്ടും CPM അദ്ദേഹത്തെ സംരക്ഷിച്ചു. ശബരിമല കേസിൽ പത്മകുമാറും വാസുവും ജയിലിലാണ്. ഇരുവരും സജീവ പാർട്ടി പ്രവർത്തകർ. ഇപ്പോഴും ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. മാങ്കൂട്ടത്തിലിനെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അപ്പോൾ ഇനി CPM എന്ത് മാതൃകയാണ് പിന്തുടരാൻ പോകുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കോൺഗ്രസിൻ്റെ അതേ പാത CPM-ലെ നേതാക്കൾക്കെതിരെ CPM നേതൃത്വം സ്വീകരിക്കുമോ?